അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ദിവസം ബൈത്തുൽ മുഖദ്ദസിലെ ഒരു ഖബർസ്ഥാനിക്കടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ദുഃഖിതനായ ഒരാളുടെ ഭയങ്കര കരച്ചിലിൻ്റെ ശബ്ദം അദ്ദേഹത്തിൻ്റെ ചെവിയിൽ വന്നലച്ചു. അദ്ദേഹം ഭയങ്കര ബേജാരോട് കൂടി വേഗം ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു. അടുത്തെത്തി നോക്കുമ്പോൾ അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് സ്തോത്ര ശബ്ദങ്ങളാണ് അവിടെ നിന്ന് കേൾക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം വേഗത്തിൽ നടന്ന് ആ സ്ഥലത്തെത്തി. അപ്പോൾ നല്ല വലിപ്പവും തടിയൊക്കെയുള്ള അതികായനായ ഒരാൾ അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിനെ സ്തോത്രം ചെയ്യുന്നു. അയാളുടെ ശരീരത്തിൽ പരുപരുത്ത രോമങ്ങൾ തുടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ നാദാ നാദാ എന്ന് സംബോധനം ചെയ്തുകൊണ്ടിരുന്നതിനാൽ അയാളുടെ നാഥൻ എവിടെയാണെന്ന് നബി ചോദിച്ചു. തൻ്റെ നാഥൻ ആകാശത്തിലാണെന്ന് അയാൾ മറുപടി പറഞ്ഞു. ആ അവസരത്തിൽ ആ നാഥൻ ഭൂമിക്കും നാഥൻ തന്നെയാണല്ലോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൂട്ടിച്ചേർത്തു. അപ്പോൾ മൂന്നാമതൊരാൾ കൂടി അവിടെ കടന്നു വന്നു. ആ നാഥൻ ഒരേ ഒരുവൻ മാത്രമാണെന്ന് ദൃഢമായ സ്വരത്തിൽ പ്രതിജ്ഞ ചെയ്തു. ആ സർവ്വലോകനാഥൻ്റെ സത്ത ആകാശഭൂമികളുടെയോ മറ്റ് സൃഷ്ടികളുടെയോ ആശ്രയം കൂടാതെ സ്വയംഭൂവായി സ്ഥിതി ചെയ്യുന്നുവെന്ന് ആഗതൻ വെളിപ്പെടുത്തി. അനന്തരം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ത്യാഗിയോട് ചോദിച്ചു, നിങ്ങളുടെ കിബില ഏത്? എൻ്റെ കിബില കഅബയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം, നിങ്ങൾക്ക് ഭക്ഷണം എങ്ങനെ ലഭിക്കുന്നു? ഞാൻ വിവിധ വിജന സ്ഥലങ്ങളിൽ പോയി ആഹാര സാധനങ്ങൾ സംഭരിച്ചു കൊണ്ടുവന്ന് വേവിച്ച് തിന്നുന്നു. വേനൽക്കാലം അവസാനിക്കാറാകുമ്പോൾ ഞാൻ സ്വന്തം വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ആഹാര സാധനങ്ങൾ സംഭരിച്ചു കൊണ്ടുവരും. ശീതകാലങ്ങളിൽ ആ സാധനങ്ങളാണ് ഞാൻ ഭക്ഷിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഉതകുന്നവരായ ഭാര്യയും മക്കളൊന്നും നിങ്ങൾക്കില്ലേ? അയാൾ പറഞ്ഞു, എനിക്ക് ഒരാളുമില്ല, ഞാൻ ഏകനാണ്. ഈ വനാന്തര ഭാഗത്തുള്ള ഒരു ഗുഹയിൽ ഏകാന്തവാസം ചെയ്യുന്ന ആളാണ് ഞാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം, നിങ്ങളുടെ ആ വസതിയിൽ ഞാനും താമസിക്കട്ടെയോ? ത്യാഗി അതിദുർഘടമായ ഒരു സ്ഥലത്താണ് എൻ്റെ ഗുഹ. ദുർഗമമായ ഒരു ജലാശയം കടന്നിട്ട് വേണം അവിടെ ചെന്നെത്താൻ. ആ ജലാശയത്തെ തരണം ചെയ്യുന്ന ഓരോ സന്ദർഭത്തിലും അതൊരു അസാധാരണ കൃത്യമായി എനിക്ക് തോന്നാറുണ്ട്. ത്യാഗിയുടെ വാസസ്ഥലത്തെത്താൻ വളരെ പ്രയാസമുണ്ടെന്ന് അറിഞ്ഞിരുന്നിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അയാളെ അനുഗമിക്കാൻ തീരുമാനിക്കുകയാണ്. ത്യാഗിക്ക് അത് അനുവദിക്കുകയല്ലാതെ ഗത്യന്തരമുണ്ടായില്ല. അങ്ങനെ രണ്ടുപേരും കൂടി ത്യാഗിയുടെ വാസസ്ഥലത്തേക്ക് പോയി. ഇബ്രാഹിം നബി ആ ദുഷ്പ്രാപ്യമായിരുന്ന ജലാശയത്തെ നിഷ്പ്രയാസം തരണം ചെയ്ത് കണ്ടപ്പോൾ ത്യാഗി അത്ഭുതപ്പെട്ടു. താമസമന്യേ രണ്ടുപേരും ഗുഹയിലെത്തി. ഗുഹയുടെ ഒരറ്റത്ത് കിബിലയുടെ ഭാഗം അടയാളപ്പെടുത്തിയത് കണ്ടപ്പോൾ നബി വളരെ സന്തോഷിച്ചു.
അനന്തരം നബി ആ ത്യാഗിയോട് പല സംഗതികളെ പറ്റിയും ചോദിച്ചു. അവയിൽ പ്രധാനമായത് ഇങ്ങനെയാണ്: താങ്കൾ ഏറ്റവും അധികം ഭയപ്പെടുന്ന ദിവസം ഏതാണ്? ത്യാഗി പറഞ്ഞു, അള്ളാഹു വിചാരണ നടത്തുകയും നീതിയാകുന്ന ത്രാസിൽ നന്മ തിന്മകൾ തുമുക്കി കണക്കാക്കുകയും ചെയ്യുന്ന ദിവസത്തെയാണ് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത്. ഹേ വന്ദനായ ഷെയ്ഖേ, ആ ദിവസത്തിൻ്റെ ഭയങ്കര എന്തെന്ന് ചുരുക്കി ഒന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ചുരുക്കി തരുന്നതിന് അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ത്യാഗി പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടൊന്നും എനിക്ക് മനസ്സമാധാനമില്ല. 3 വർഷങ്ങളോളമായി ഞാൻ പ്രാർത്ഥിച്ചു വരുന്നു. എങ്കിലും എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്നതിന് ഒരു തെളിവും ലഭിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് എൻ്റെ ഭയത്തിന് ശമനം ലഭിക്കാത്തത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് 3 കൊല്ലമായി. ഒരു ഫലവും ലഭിച്ചിട്ടില്ല. ഇബ്രാഹിം നബി അയാളോട് ചോദിച്ചു, താങ്കളുടെ ആ പ്രാർത്ഥന എന്തിനെക്കുറിച്ചാണ്? ആ ത്യാഗിയായ മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു ദിവസം ഈ കാട്ടിൽ നിന്നിരുന്നപ്പോൾ കീറിപ്പൊളിഞ്ഞ വസ്ത്രം ധരിച്ചിരുന്ന ഒരു യുവാവ് കുറേ ആടുകളെയും കൊണ്ട് ഇവിടെ വരികയുണ്ടായി. അയാൾ ആരെന്നും ആ ആടുകൾ ആരുടേതാണെന്നും ഞാൻ ചോദിച്ചതിന് അവ അള്ളാഹുവിൻ്റെ സാമീപ്യം സമ്പാദിച്ചിട്ടുള്ള ഒരാളുടെ മൃഗങ്ങളാണെന്നും അയാൾക്ക് ഇബ്രാഹിം എന്നാണ് പേരെന്നും യുവാവ് മറുപടി പറഞ്ഞു. അന്ന് മുതൽക്ക് ഇബ്രാഹീമിനെ എനിക്ക് കാണിച്ചു തരണമേ എന്ന് അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു വരികയാണ്. ഇതുവരെയും ആ കാര്യം എനിക്ക് നിറവേറ്റിയിട്ടില്ല. നബി പറഞ്ഞു, താങ്കളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞു. താങ്കൾ സന്തുഷ്ടനായിരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി ആ ത്യാഗിയെ സഹർഷം ആലിംഗനം ചെയ്തു. ത്യാഗി സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ സംഭവം മുതൽക്കാണ് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുക എന്ന പ്രേമപ്രകടനത്തിന് അല്ലെങ്കിൽ സ്നേഹപ്രകടനത്തിന് ഒരു മാർഗമെന്ന നിലയിൽ മനുഷ്യ സമുദായത്തിൽ നടപ്പായതെന്ന് ചില കഥാകർത്താക്കൾ എഴുതി കാണുന്നു. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടപ്പിലാക്കിയ വലിയൊരു ആചാരം തന്നെയാണ്. ഇബ്നു അബീ ശൈബ ഇങ്ങനെ നിവേദനം ചെയ്തിട്ടുണ്ട്: ലോകാവസാന നാളിൽ ജീവികൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ എല്ലാ ജീവികളും നഗ്നശരീരികളായിരിക്കും. ഇബ്രാഹിം നബി മാത്രം വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടും. അദ്ദേഹം സത്യോപദേശം ചെയ്തിരുന്ന ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശിരസ്സും അരക്ക് മീതെയുള്ള ശരീരഭാഗങ്ങളും തുറന്നു കിടന്നിരുന്നതാണ് ഇതിന് കാരണമായത്. എങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബിയേക്കാൾ ഉയർന്ന പദവിയിലായിരിക്കും എഴുന്നേൽപ്പിക്കപ്പെടുക. ഇബ്രാഹിം നബിക്ക് വസ്ത്രം ധരിപ്പിക്കുന്നത് പോലെ മുഹമ്മദ് നബിക്കും വരെയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കപ്പെടുന്നതാണ്. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗം യഥാവിധി പിൻപറ്റുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.